ഇപ്പോൾ സ്ഥാനാർത്ഥികളും നേതാക്കന്മാരും അണികളുമൊക്കെ വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ്. പക്ഷേ ഇതെല്ലാം പാടെ മാറ്റിമറിച്ചുകൊണ്ട് അവസാന നിമിഷങ്ങളിൽ നടക്കുന്ന ചില നീക്കങ്ങളാണ് സ്ഥാനാർത്ഥിയുടെ ജയപരാജയം നിശ്ചയിക്കുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് വോട്ടുമറിക്കൽ എന്ന് പറയും, മറ്റൊന്ന് ആസൂത്രിതമായി തന്നെ കാലുവാര്, മറ്റൊന്ന് ക്രോസ് വോട്ടിങ്. ഇത് കാലാകാലങ്ങളിൽ നടന്നു വരുന്ന ഒരു കലാപരിപാടിയാണ്. ഇതിൻ്റെ ഒരു സാങ്കേതികപരമായ ഒരു രീതി എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലായത് 1996-ലാണ്. അതായത് CPM-ൻ്റെ ഉരുക്ക് കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, അതായത് മോസ്കോ വാർഡ് എന്ന് പറയുന്ന വാർഡ് പോലുമുള്ള മാരാരിക്കുളം എന്ന് പറയുന്നൊരു നിയോജക മണ്ഡലം ആലപ്പുഴ ജില്ലയിലുണ്ടായിരുന്നു. ഇന്ന് ആ മാരാരിക്കുളം നിയോജക മണ്ഡലമില്ല, പകരം ഇന്ന് ആലപ്പുഴയാണ്. തോമസ് ഐസക്കൊക്കെ മുമ്പ് പ്രതിനിധീകരിച്ച മണ്ഡലം ആയിരുന്നു ആലപ്പുഴ. ഇന്നവിടെ ചിത്തരഞ്ജനാണ് MLA. ഏതായാലും ആ മണ്ഡലത്തിൽ VS അച്യുതാനന്ദൻ മത്സരിച്ചു. 1965 വോട്ടുകൾക്ക് CPM-ൻ്റെ ഉരുക്കുകോട്ടയിൽ അച്യുതാനന്ദൻ പരാജയപ്പെട്ടു. ഇവിടെ രസാവഹമായ കാര്യം, ഈ മാരാരിക്കുളത്ത് CPM-ൻ്റെ ഏത് സ്ഥാനാർത്ഥിയെ കൊണ്ടിട്ടാലും പരാജയപ്പെടുന്ന ചരിത്രമില്ല. അവിടെ കോൺഗ്രസ്സുകാർ സാധാരണ നിലയിൽ മത്സരിക്കാൻ അവരുടെ ഇടയിലുള്ള അത്ര പ്രാധാന്യമില്ലാത്ത ആളുകളെയാണ് അവിടെ പരിഗണിക്കുന്നത്. അത്തവണ പരിഗണിച്ചത് PJ ഫ്രാൻസിസിനാണ്. PJ ഫ്രാൻസിസിനും അവിടെ ജയിക്കുമെന്ന് യാതൊരുവിധ പ്രതീക്ഷയുമില്ല. സാധാരണഗതിയിൽ അവിടെ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് വലിയ പ്രചാരണത്തിനൊന്നും പോകാറില്ല, കാരണം അത് CPM-ൻ്റെ കോട്ടയാണ്. ആ ഏത് CPM നേതാവെന്നാലും ജയിക്കും. പക്ഷേ 1996-ൽ CPM കേരളം പിടിച്ചടക്കി. പാർട്ടി ജയിച്ചപ്പോൾ അച്യുതാനന്ദൻ തോറ്റു. മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയ വ്യക്തി തോറ്റുപോവുകയുണ്ടായി. ഈ 1965-നും ഒരു പ്രത്യേകതയുണ്ട്. അത് മറ്റൊന്നുമല്ല, അച്യുതാനന്ദൻ ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ച വർഷവും 1965. അതിനുശേഷം ഇതിൻ്റെ ഒരു അന്വേഷണം CPM ആരംഭിച്ചു. CPM ഒരു കേഡർ പാർട്ടി ആയതുകൊണ്ട് സ്വാഭാവികമായി തന്നെ അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം ആരംഭിച്ചപ്പോൾ ആ കാലയളവിൽ ഈ VS CAT പക്ഷം, അന്ന് ഈ പിണറായി VS പക്ഷമില്ല, VS CAT പക്ഷം, ഈ CAT പക്ഷത്തിൻ്റെ ഒരു അറ്റത്ത് പിണറായി വിജയൻ ഉണ്ട് എന്നുള്ളതാണ്. അതായത് പിണറായി വിജയൻ്റെ ഒരു പ്രത്യക്ഷ ഗ്രൂപ്പിലേക്ക് എത്തിയിരുന്നില്ല. അങ്ങനെ അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് അവിടുത്തെ CPM-ൻ്റെ പ്രമുഖ നേതാക്കളും തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്ന 2 സഖാക്കൾ TK പളനിയും ഭാസ്കരനും ഇവരുടെ നേതൃത്വത്തിലാണ് ഈ കാലുവാരൽ ഉണ്ടായത്. അതായത് ഒരു ബൂത്തിൽ നിന്ന് 25 വോട്ട് വീതം PJ ഫ്രാൻസിസിന് മറിച്ച് നൽകുക, അങ്ങനെ VS അച്യുതാനന്ദനെ പരാജയപ്പെടുത്തുക. അതായത് ഒരു ബൂത്തിൽ നിന്ന് 25 വോട്ട് എന്ന് പറയുമ്പോൾ നിയമസഭാ മണ്ഡലത്തിൽ ഉള്ള ആ വോട്ടുകൾ, അതായത് കൃത്യമാണ്, ഒരു ബൂത്തിൽ നിന്ന് 25 വോട്ടുകൾ, ഒരു ബൂത്തിൽ മാക്സിമം ഉണ്ടാകുന്ന വോട്ടുകൾ എന്ന് പറഞ്ഞാൽ 800 to 1000 ആ 800 to 1000 വോട്ടുകളിൽ നിന്ന് 25 വോട്ടുകൾ സേഫായി തന്നെ മറിക്കാൻ കഴിയും. കാരണം ഈ വിമത നേതാക്കന്മാരുടെ കുടുംബക്കാർ, വിമത നേതാക്കന്മാർ ഒക്കെ വിചാരിച്ചാൽ വളരെ ഈസി ആയിട്ട് തന്നെ ഈ 25 എന്ന് പറയുന്ന സംഖ്യയിലെത്തുക വളരെ എളുപ്പമുള്ള കാര്യമാണ്. അങ്ങനെയാണ് പുറം ലോകം ഈ കാലുവാരലിൻ്റെ പുതിയ സാങ്കേതിക വശം നമുക്ക് മനസ്സിലാകുന്നു. എങ്ങനെയാണ് ഈ വോട്ടുമറിക്കൽ എന്ന് ചോദിച്ചാൽ, ഈ വോട്ടുമറിക്കൽ കപ്പാസിറ്റിയുള്ള പാർട്ടി എന്ന് പറയുന്നത് കേഡർ പാർട്ടികൾക്കാണ് വളരെ എളുപ്പത്തിൽ വോട്ട് മറിക്കാൻ കഴിയുന്നത്. കാരണം അവർക്ക് ഒരു ഏകശില സിസ്റ്റമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ നേതൃത്വം എന്ന് പറയുന്നു, അണികളത് അക്ഷരം പ്രതി പാലിക്കാറാണ് പതിവ്. കേരളത്തെ സംബന്ധിച്ചായാലും ഇന്ത്യയെ സംബന്ധിച്ചായാലും കേഡർ പാർട്ടി എന്ന് പറയുന്നത് CPM-ഉം BJP-യും ഒക്കെയാണ്. അവരുടെ തലപ്പത്തുള്ളവർ ഇന്ന വ്യക്തിക്ക് വോട്ട് നൽകൂ എന്ന് പറഞ്ഞാൽ കുറച്ചധികം പേരെങ്കിലും ആ പാർട്ടിക്ക് വോട്ട് നൽകാൻ ഉണ്ടാകും. അപ്പോൾ ആ പാർട്ടികൾക്ക് ഒരു കേഡർ സ്വഭാവമുണ്ട്. ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല, സമുദായ സംഘടനകൾക്കും ആ ഒരു സ്വഭാവമുണ്ട്. ചില മത സംഘടനകൾക്കും മത നേതാക്കളുമൊക്കെ ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ തക്കവണ്ണം സംഘടിതമായ ഒരു വോട്ട് ബാങ്ക് നമ്മുടെ കേരളത്തിൽ കുറേ നാളുകളായി രൂപപ്പെട്ട് വന്നിരിക്കുന്നു. ഈ സിസ്റ്റങ്ങളാണ് അവസാന നിമിഷത്തിൽ ഈ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത്. ഇതിന് അനവധി കാര്യങ്ങളുണ്ടാകാം. പണത്തിൻ്റെ പേരിൽ, അല്ലാതെ പണം നൽകി വോട്ട് വിലയ്ക്ക് വാങ്ങുന്നുണ്ട്, ഇല്ലെങ്കിൽ ഒരു വ്യക്തിയോടുള്ള വിരോധമാകാം, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള വിരോധമാകാം, ഇല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്തോ പ്രത്യേക സമുദായത്തിനോ ഉണ്ടാകുന്ന ചില ദോഷകരമായ അനുഭവങ്ങളോ പ്രസ്താവനകളോ ഒക്കെ ആകാം. അതൊക്കെ അവസാന നിമിഷത്തിൽ മറിയുന്ന വോട്ടുകളാണ്. മറ്റൊന്നാണ് ക്രോസ് വോട്ടിംഗ്. BJP കാലാകാലങ്ങളായി കേരളത്തിൽ പറയുന്ന ഒന്നാണ് ക്രോസ് വോട്ടിംഗ്. എങ്ങനെയാണ് ഈ ക്രോസ് വോട്ടിംഗ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ, BJP ജയിക്കുന്ന ഇടങ്ങളിൽ തൊട്ട് അടുത്ത് എത്തി നിൽക്കുന്ന സ്ഥാനാർത്ഥി, അത് LDF-ൻ്റേതാകാം UDF-ൻ്റേതാകാം, ആ സ്ഥാനാർത്ഥിക്ക് അവസാന നിമിഷത്തിലേക്ക് വോട്ട് മറിക്കുന്ന രീതിയാണ് ക്രോസ് വോട്ടിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ക്രോസ് വോട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ മറിയുന്നത് പാർട്ടികളിൽ നിന്നല്ല, പകരം സമുദായ സംഘടനകളെ ഇളക്കി വിട്ടുകൊണ്ട് ആ സമുദായ സംഘടനകൾ വഴിയാണ് ഈ വോട്ടുമറിക്കൽ. പ്രത്യേകിച്ച് അത് ജാതി സംഘടനകളുണ്ടാകാം, മതസംഘടനകളുണ്ടാകാം. ആ സംഘടനകളെ അവസാന നിമിഷം ഇളക്കി വിട്ടുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായിട്ടോ ഇല്ലെങ്കിൽ CPM-ന് അനുകൂലമായോ നിൽക്കുന്ന ജാതി മത സംഘടനകൾ, ആ സംഘടനകളെ അവസാന നിമിഷത്തിൽ അവരുടെ അടുത്ത് പറയുന്നു, നിങ്ങൾ BJP ജയിക്കും, BJP ജയിച്ച വലിയ വിഷയമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വോട്ടുകൾ ഇന്ന ആൾക്ക് ചെയ്തു. കോൺഗ്രസ്സുകാർ പറഞ്ഞു നിങ്ങളുടെ വോട്ടുകൾ CPM-ന് ചെയ്യും, ഇല്ല CPM-കാർ പറഞ്ഞു കോൺഗ്രസിന് ചെയ്യും. ഇതാണ് ക്രോസ് വോട്ടിംഗ് നടക്കുന്നത്. അല്ലാതെ അടിയുറച്ച അണികൾ ഒരിക്കലും ക്രോസ് വോട്ടിങ്ങിലേക്ക് ഈ ഘട്ടത്തിൽ നീങ്ങാറില്ല സാധാരണഗതിയിൽ. ഒന്നുകിൽ അവർ വോട്ട് ചെയ്യാൻ പോകാതിരിക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. അതായത് വോട്ടിങ്ങിൻ്റെ മന്ദിപ്പ് ഇല്ലെങ്കിൽ മന്ദത അനുഭവിക്കുമ്പോൾ ഇല്ലെങ്കിൽ അനുഭവപ്പെടുമ്പോൾ, അതായത് ചില ശക്തമായ പോളിംഗ് നടക്കുന്ന
നടക്കുന്ന ചില ബൂത്തുകളിലും ചില ഏരിയകളിലുമൊക്കെ പോളിംഗ് ദിനത്തിൽ നടത്തുന്ന ഒരു മന്തിപ്പുണ്ടാകും. ആ മന്തിപ്പ് കാണുമ്പോൾ നമുക്ക് ഏകദേശം ഊഹിക്കാൻ കഴിയും ഇവിടെ എന്തോ ഒരു ചലനം നടന്നിട്ടുണ്ട്, ഇവിടെ എന്തോ ഒരു ഇന്നലെ രാത്രിയോടുകൂടിയോ ഇല്ലേ കഴിഞ്ഞ 2 ദിവസമായോ എന്തോ ഒരു മാറ്റിമറിച്ചിൽ ഇല്ലെങ്കിൽ ഒരു വലിയ അടിയൊഴുക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇല്ല എങ്കിൽ നമുക്ക് ഇപ്പോൾ കോൺഗ്രസിനും BJPക്കും ഇടതുപക്ഷത്തിനുമൊക്കെ ശക്തമായ സ്വാധീനമുള്ള ചില പോക്കറ്റുകളിൽ കനത്ത പോളിംഗ് സൂചിപ്പിക്കുന്നത് ആ പാർട്ടിക്ക് തന്നെയുള്ള മുന്നേറ്റമാണ്. പക്ഷേ അത്തരം പോക്കറ്റുകളിൽ പോളിംഗ് ശതമാനം കുറയുകയും അണികൾക്ക് വലിയ ആവേശമില്ലാതായി മാറുമ്പോഴാണ് നമ്മൾ സംശയിക്കുന്നത്. കൂടുതലും രാഷ്ട്രീയ പാർട്ടികൾ ഭയക്കുന്നത് കൂട്ടത്തിലുള്ളവരുടെ കാലുവാരൽ തന്നെയാണ്. പണ്ടുകാലത്ത് അതില്ലായിരുന്നെങ്കിൽ ഇപ്പോഴത് വളരെ ശക്തമാണ്. കൂട്ടത്തിൽ നടക്കുന്നവൻ്റെ വോട്ട് കിട്ടിയില്ലെങ്കിൽ ബേസ് വോട്ട് ബാങ്കാണ് തകരുന്നത്. ആ ബേസ് വോട്ട് ബാങ്ക് നിലനിർത്തുകയും ഇതുപോലുള്ള അടിയൊഴുക്കുകളിലൂടെ കുറച്ചധികം വോട്ട് ലഭിക്കുകയും ചെയ്താൽ സ്വാഭാവികമായി ഏത് സ്ഥാനാർത്ഥിയും ജയിച്ചു കയറും. BJP കാലാകാലങ്ങളിൽ പറയുന്നത് അവർ അഭിമുഖീകരിക്കുന്നതുമായ ഒരു പ്രധാന പ്രശ്നം വളരെ ശക്തമായ 2 മുന്നണികൾക്കിടയിൽ നിന്നാണ് അവർ പോരാടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചെറിയ സാധ്യതകൾ പോലും അവരുടെ വിജയത്തെ സാരമായി തന്നെ ബാധിക്കുന്നു. ഇപ്പോൾ പ്രേക്ഷകർക്ക് ഏതാണ്ട് ഒരു ഏകദേശ പിടുത്തം ഉണ്ടായിട്ടുണ്ടാകും എങ്ങനെയാണ് കൂടെ നിന്ന് കാലുവാരുന്നത്, ഏത് രീതിയിലായിരിക്കും ആ കാലുവാരൽ നടക്കുന്നത്. അത് കാലുവാരൽ വളരെ സിമ്പിളാണ്. അതായത് ഒരു വ്യക്തിയോട് ഇപ്പം ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയെ എനിക്ക് തന്നെ തോൽപ്പിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത് നിൽക്കുന്ന എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒപ്പം ഞാനൊരു ചെറിയ സംഖ്യ ടാർഗറ്റ് ചെയ്തൊരു സംഖ്യ ഉണ്ടാക്കുകയും ആ സംഖ്യ വീതിച്ചു കൊടുക്കുകയും വിവിധ സ്ഥലങ്ങളിലുള്ള എൻ്റെ ശക്തമായ സ്വാധീനത്തിലും എൻ്റെ അനുഭാവികളുടെ ശക്തമായ സ്വാധീനത്തിലുമുള്ള വോട്ടുകൾ മറിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സ്വന്തം പാർട്ടിക്കാർ ആ വോട്ട് ചെയ്യാതെ വരുമ്പോൾ സ്വാഭാവികമായി ഓരോ പാർട്ടിക്കുണ്ടാകുന്ന ബേസ് വോട്ടുണ്ട്. ഒരു പാർട്ടിക്ക് ഉദാഹരണത്തിന് ഒരു പാർട്ടിക്ക് 100 വോട്ടാണ് ബേസ് വോട്ട് ഉള്ളതെങ്കിൽ അതിൽ 10 പേര് ആ പാർട്ടിക്കാർ തന്നെ 10 പേർ വോട്ട് ചെയ്യാതിരിക്കുകയോ ആ പാർട്ടിക്ക് വിരുദ്ധമായി വോട്ട് ചെയ്യുകയോ ചെയ്താൽ അവരുടെ ബേസ് വോട്ട് ബാങ്ക് വോട്ട് എന്ന് പറയുന്നത് 100-ൽ നിന്ന് 90 ആകും. പിന്നീട് വരുന്ന അവരുടെ അഡീഷണൽ വോട്ട് ബാങ്കിൽ കൂടി ചെറിയ ചലനമുണ്ടായാൽ ഈ സ്ഥാനാർത്ഥി അമ്പെ പരാജയപ്പെടുമെന്ന് സാരം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ്. ഇതെങ്ങനെയൊക്കെ വരും എന്തൊക്കെയാണ് എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം ഏതായാലും രാഷ്ട്രീയ പാർട്ടികൾ വെളിപ്പെടുത്താതിരിക്കില്ല. ആരൊക്കെ കാലുവാരിയെന്നും എവിടൊക്കെ വോട്ട് ചോർന്നുവെന്നും കൃത്യമായി തന്നെ പറയാൻ കഴിയും. ഓരോ ബൂത്തിലെ വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തി ഓരോ നേതാക്കളും കൃത്യമായി വിലയിരുത്തൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോഴാണ് പല നേതാക്കളും പുറത്തേക്ക് പോകുന്നതും പുറത്ത് നിൽക്കുന്നവർ അകത്തേക്ക് വരുന്നത്. ഇതാണ് ന്യൂസിൻ്റെ അവരുടെ പോയിന്റ്. നന്ദി, നമസ്കാരം.